ബംഗളൂരുവിലെ ജനപ്രിയ ഭക്ഷണശാലയായ രാമേശ്വരം കഫേയിലുണ്ടായ സ്ഫോടനത്തിന് പിന്നാലെ കോൺഗ്രസ് സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ് കർണാടകയിൽ ബി. വീണുകിട്ടിയ അവസരം മുതലാക്കുകയാണ് ബി. ഇവിടെ ഇപ്പോഴിതാ കർണാടക സർക്കാരിനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് കർണാടക ബി. അധ്യക്ഷൻ BY വിജയേന്ദ്ര. സർക്കാരിന്റെ ധിക്കാരവും പോലീസ് ഇന്റലിജൻസിന്റെ പരാജയവുമാണ് ഈ സംഭവത്തിലൂടെ പ്രകടമായതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരം കുറ്റകൃത്യങ്ങളെ സർക്കാർ നിസ്സാരവൽക്കരിക്കുകയാണ്. സംസ്ഥാനത്തെ ഇത് അരാജകത്വത്തിലേക്ക് തള്ളിവിടുകയും സാമൂഹിക വിരുദ്ധരുടെ സുരക്ഷിത താവളമാക്കുകയും ചെയ്യുന്നു. രാമേശ്വരം കഫേയിലുണ്ടായ സ്ഫോടനത്തെക്കുറിച്ച് കേട്ടതിൽ അഗാധമായ വിഷയമുണ്ടെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാർ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിടണം. കുറ്റവാളികളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ വേണം. സംഭവത്തിൽ പരിക്കേറ്റ എല്ലാവരും വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നുവെന്നും വിജയേന്ദ്ര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. പോലീസ് ഇന്റലിജൻസിന്റെ പരാജയവും ഈ സംഭവത്തിൽ വ്യക്തമാണെന്ന് വിജയേന്ദ്ര പറഞ്ഞു. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സമഗ്രമായ അന്വേഷണം നടത്താനും ഈ ഘടകങ്ങളെ ഇല്ലാതാക്കാനും ഞങ്ങൾ പോലീസിനോട് ശക്തമായി അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം കോൺഗ്രസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് പറഞ്ഞു. അതേസമയം മറ്റൊരു BJP നേതാവും കോൺഗ്രസിനെതിരെ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം കർണാടകയിലെ ക്രമസമാധാന നില വഷളായതിന്റെ മറ്റൊരു വ്യക്തമായ ഉദാഹരണമാണ് രാമേശ്വരം കഫേയിലുണ്ടായ സ്ഫോടനമെന്ന് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും BJP നേതാവുമായ R. അശോക അവകാശപ്പെട്ടു. നേതാവ് പറഞ്ഞതിങ്ങനെയാണ്: കോൺഗ്രസ് അധികാരത്തിൽ വരുന്നിടത്തെല്ലാം തീവ്രവാദികൾക്കും ദേശവിരുദ്ധർക്കും ധൈര്യം തോന്നുന്നു. അതിന്റെ നയം ലജ്ജയില്ലാത്തതും അനിയന്ത്രിതവുമായ പ്രീണനമാണ്. കോൺഗ്രസ് സർക്കാർ ആദ്യം കർണാടകയിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വത്തിന്റെയും സുരക്ഷയുടെയും ഒരു ഉറപ്പാക്കണമെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. സത്യത്തിൽ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളുടെ തെരഞ്ഞെടുപ്പ് ഉറപ്പുകളെ പരിഹസിച്ചായിരുന്നു നേതാവിന്റെ ഈ പരാമർശം. സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും എല്ലാവരും സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് അദ്ദേഹം ഉറപ്പും നൽകിയിരുന്നു. ഇതിനിടയിൽ ചില ചോദ്യവും ഉയർന്നു. ആദ്യം അവർ സിലിണ്ടർ സ്ഫോടനത്തിന്റെ വിവരണം പരീക്ഷിച്ചു. ഇപ്പോൾ അവർ ബിസിനസ് വൈരാഗ്യത്തിന്റെ വിവരണമാണ് ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് സർക്കാർ അന്വേഷണ ഏജൻസികളെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ മുൻകരുതൽ എന്ന് ബംഗളൂരു സൗത്ത് MP തേജസ്വി സൂര്യ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോട് ചോദിച്ചു. അതേസമയം സ്ഫോടനം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇയാളാണ് ബാഗിൽ സ്ഫോടക വസ്തുവുമായി എത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നയാളെ പോലീസ് ചോദ്യം ചെയ്തു. തൊപ്പിയും മാസ്കും കണ്ണടയും വെച്ച് മുഖം മറച്ചാണ് ഇയാൾ കഫേയിലേക്ക് കയറി വന്നത്. ശേഷം ബില്ലിംഗ് കൗണ്ടറിൽ നിന്ന് ഭക്ഷണത്തിന്റെ ബില്ല് വാങ്ങിയ ശേഷം കൂപ്പണുമായി ഭക്ഷണം ലഭിക്കുന്ന കൗണ്ടറിലേക്ക് പോയി. എന്നാൽ ഭക്ഷണം കഴിക്കാതെ കയ്യിലുണ്ടായിരുന്ന ബാഗ് കഫേയിൽ വെച്ച ശേഷം ഇയാൾ പോവുകയായിരുന്നു. അല്പസമയത്തിന് ശേഷമാണ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത്. സംഭവത്തിൽ NIA-യും രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. സ്ഫോടനം നടന്ന കഫേയിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ആഭ്യന്തരമന്ത്രി G. പരമേശ്വരിയും കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു വൈറ്റ്ഫീൽഡിലുള്ള രാമേശ്വരം കഫേയിൽ സ്ഫോടനം നടന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടെ കഫേയിൽ തിരക്കേറിയ സമയത്തായിരുന്നു സ്ഫോടനം. സംഭവത്തിൽ കഫേ ജീവനക്കാരടക്കം 9 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇവർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല.